ഭക്തിയോഗേന, ഭക്തിയോഗം കൊണ്ട് അധോക്ഷജം. അധോക്ഷജം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ശബ്ദവും വളരെ ശ്രദ്ധിക്കണേ, ഭാഗവതത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് അധോക്ഷജം. ഭഗവാന്റെ പേരാണ് അധോക്ഷജൻ. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, വേഗത്തിൽ നമുക്ക് ഭഗവാൻ എന്ന് പറയാം, പക്ഷെ അതിന്റെ സൂക്ഷ്മാർത്ഥം ശ്രദ്ധിക്കൂ. അക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥം, ഇന്ദ്രിയം. ഇവിടെ അർത്ഥം മനസ്സ് എന്നർത്ഥം. ജ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുക, അതിനെ ഉണർത്തുക, ഉണർത്തി നിലനിർത്തുക, അതിനെ പ്രവർത്തിപ്പിക്കുക. അക്ഷജം മനസ്സിനെ ഉണർത്തി നിലനിർത്തി പ്രവർത്തിപ്പിക്കുക. അതോ അക്ഷജം ഉള്ളിലിരുന്നു കൊണ്ട് ഉറങ്ങുന്ന മനസ്സിനെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്നവനാരോ. അതോ എന്ന് പറഞ്ഞാൽ ഉള്ളിലിരുന്നു കൊണ്ട്, അക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സ്, അതിനെ ഉണർത്തി കൊണ്ടുവരുന്നവനാരോ അവൻ അധോക്ഷജൻ. അപ്പം അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ പുറമേയിരിക്കുന്ന ഭഗവാനല്ല. അധോക്ഷജൻ എന്ന് പറയുന്നത് അപ്പൊ ഭക്തിയോഗേന അധോക്ഷജം, മനസ്സിന്റെ അനർത്ഥത്തെ മാറ്റിക്കൊണ്ട്, അവിവേകത്തെ മാറ്റിക്കൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വെക്കാനാണ് ഈ ഭാഗവതത്തെ ആര് രചിച്ചിരിക്കുന്നത്? വേദവ്യാസ മഹർഷി. അപ്പോൾ ഋഷീശ്വരന്മാര് ഏതൊരനുഭൂതിയാണോ അനുഭവിച്ചിരിക്കുന്നത് അതിലേക്കാണ് ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേദം തന്നെയാണ് ഏത്? ഭാഗവതം. എല്ലാം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇവിടെ പറയാനില്ല. അപ്പോൾ നമ്മൾ ഭാരതീയ സംസ്കാരം സനാതനമായ തത്വത്തിലേക്ക് നമ്മൾ ഉയർത്തലാണ്. അങ്ങനെ ആ സനാതനമായ തത്വത്തിലേക്ക് ഉയർത്തണമെങ്കിൽ നമുക്ക് ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം. ഇനി അത് നേടിയെടുക്കാൻ ഈ ശ്രീമൽ ഭാഗവതത്തിലൂടെ നമുക്ക് സാധിക്കും. ഇനി അതിൻ്റെ ഒരു മഹത്വം, ഈ ഭാഗവതത്തിൻ്റെ ഒരു മഹത്വം വേദവ്യാസ മഹർഷി പത്മപുരാണത്തിൽ പറഞ്ഞു വെച്ചതിനെ ആരംഭിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. നമുക്കതിലേക്ക് കിടക്കാം. ഭാഗവതത്തിലെ മാഹാത്മ്യം. ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളാണ്. ആ 6 അധ്യായത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ തുടങ്ങുന്നത് തന്നെ ഈ ശ്ലോകം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഓർത്തു വയ്ക്കണം. സച്ചിദാനന്ദരൂപായ, എല്ലാവരും ആവർത്തിക്കണേ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. സച്ചിദാനന്ദരൂപം. ഭഗവാൻ എന്ന് പറയുന്നത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. സത്താണ് ഭഗവാൻ. ഋഷീശ്വരന്മാര് ഭഗവാനെ സത്തായി കാണുന്നു. സത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും എസൻസ്, എല്ലാറ്റിൻ്റെയും പ്രിൻസിപ്പിൾ. സത്തില്ലെങ്കിൽ ഒരു വസ്തുവിനും നിലനിൽക്കാൻ സാധ്യമല്ല. ആഭരണത്തിന്റെ സത്താണ് സ്വർണം, അല്ലേ? ആഭരണത്തിന്റെ സത്താണ് സ്വർണം. ലഡുവിന്റെ സത്താണ് അതിലിരിക്കുന്ന മധുരം. മധുരമില്ലെങ്കിൽ പിന്നെ ലഡു ഇല്ല, ഉണ്ടോ? ഇങ്ങനെ ഓരോ വസ്തുവിനും സത്തുള്ളതുപോലെ മനസ്സിന്റെ സത്താണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അതെങ്ങനെ മനസ്സിലായി? ചൈതന്യമില്ലെങ്കിൽ മനസ്സില്ല, മധുരമില്ലെങ്കിൽ ലഡു ഇല്ല, ഉണ്ടോ? സ്വർണമില്ലെങ്കിൽ ആഭരണമില്ല. ഇനി അത് സത്ത് മാത്രമല്ല, അത് ചിത്തുമാണ്, അത് ആനന്ദമാണ്, അത് സ്വതന്ത്രമാണ്. ഇവിടെ ഋഷീശ്വരന്മാര് കണ്ടെത്തിയിരിക്കുന്ന സത്യം, ഈ ശരീരം സ്വതന്ത്രമല്ല. സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ ഇതിന് നിലനിൽക്കാൻ പലതിൻ്റെയും ആവശ്യമുണ്ട്. ഏതൊന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നോ അത് സ്വതന്ത്രമല്ല. ആണോ? ശരീരം സ്വതന്ത്രമല്ല, ഈ പ്രപഞ്ചം സ്വതന്ത്രമല്ല. കാരണം
ആകാശമില്ലെങ്കിൽ ഇവർക്കൊന്നും നിലനിൽക്കാൻ പറ്റില്ല. പറ്റുമോ? ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കണം. നമ്മുടെ മനസ്സോ സ്വതന്ത്രമാണോ? അല്ല. ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈതന്യത്തോട്. എന്നാൽ ചൈതന്യമോ? അത് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടത് അല്ലാത്തത് കൊണ്ട് അതിനെ വിളിക്കുന്നു സ്വരാട്, അതിനെ വിളിക്കുന്നു ആനന്ദം. ആനന്ദം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം, ആനന്ദം എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക എന്നല്ല അർത്ഥം. വളരെ ആനന്ദത്തിലാണെന്ന് ചിലരെ കുറിച്ച് പറയാറില്ലേ? ആ അർത്ഥത്തിലല്ല. ഇവിടെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമാണ്, എപ്പോഴും സ്വതന്ത്രമാണ്. അപ്പൊ സ്വതന്ത്രമായിരിക്കുന്ന, അറിവായിരിക്കുന്ന, സത്തായിരിക്കുന്ന, സർവശക്തിയുള്ള, സർവവ്യാപിയായിരിക്കുന്ന ഒരു പരമ സത്യത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം വികസിച്ചു വന്നിരിക്കുന്നത്. വിശ്വ ഉൽപ്പത്തി. വിശ്വം എന്ന് പറഞ്ഞാൽ അനുഭവം എന്നർത്ഥം. സകല അനുഭവങ്ങളും നമുക്കുണ്ടാവണമെങ്കിൽ ആര് വേണം? എല്ലാ അനുഭവങ്ങളും. ഇപ്പൊ നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കണോ, ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കണോ, നമുക്കിവിടുത്തെ അന്തരീക്ഷത്തിലുള്ള ചൂടും തണുപ്പറിയാം. ഇതൊക്കെ നമുക്കറിയണമെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മകളുണ്ട്, മകനുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം അറിയണമെങ്കിൽ ചൈതന്യം മാത്രം മതിയോ? മനസ്സ് വേണം. നോക്കൂ, മനസ്സിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ഭാര്യ ഉണ്ടായാലും ഭർത്താവ് ഉണ്ടായാലും അറിയില്ല. ഉണ്ടല്ലോ അങ്ങനെ ഒരു രോഗം അല്ലേ? അൽഷൈമേഴ്സ് എന്ന് പറയുന്ന രോഗം ബാധിച്ചവർക്ക് ഭാര്യ അടുത്തിരുന്നാലും അറിയുന്നില്ല. ചൈതന്യമില്ലേ ശരീരത്തില്? എന്നാൽ അനുഭവം ഉണ്ടോ? അനസ്തീഷ തന്ന് കീറി മുറിക്കുന്ന സമയത്ത് അനുഭവം ഉണ്ടോ? ഉണ്ടോ? എന്താ അനുഭവം ഇല്ലാത്തത്? അപ്പൊ അനുഭവങ്ങളൊക്കെ തരുന്നത് ക്ലിയർ ആണോ? ചൈതന്യമല്ല അനുഭവം തരുന്നത്. ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ആര് തരുന്നു? മനസ്സ് തരുന്നു അനുഭവം. അപ്പൊ ഈ മനസ്സിനെ വിശ്വ ഉൽപ്പത്തി ഹേതവേ, ഈ മനസ്സിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന താപത്രയ വിനാശായ, നമുക്ക് 3 താപങ്ങളേ ഉള്ളൂ എന്നാണ്. ഏതൊക്കെയാ സ്വാമി ഈ താപങ്ങള്? ഒന്ന് എറണാകുളത്തെ താപം, പിന്നെ കേരളത്തിലെ താപം ആണോ? വീട്ടുകാരുണ്ടാക്കുന്ന താപം, നാട്ടുകാരുണ്ടാക്കുന്ന താപം, ഗവൺമെന്റ് ഉണ്ടാക്കുന്ന താപം, ഇതാണോ? അല്ല. 3 താപം എന്ന് പറയുന്നത് അർത്ഥം, ഇതിനെ ടെക്നിക്കലി ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മിക താപം എന്നൊക്കെ പറയും. പക്ഷെ സൂക്ഷ്മമായി പറഞ്ഞാൽ 3 പ്രശ്നങ്ങളെ നിങ്ങൾക്ക് വരുള്ളൂ. ഓ, സൗകര്യമായി സ്വാമി, കുറെ പ്രശ്നങ്ങളുണ്ടെന്നാ വിചാരിച്ചത്. ഇപ്പം എല്ലാം കൂടി 3 ഉള്ളൂ ഇല്ലേ? 3 ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ഭാര്യ വീട്ടുകാര് ആണോ? അല്ല. ഒന്ന് ശരീരം പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അസുഖങ്ങളൊക്കെ വന്നാൽ പ്രശ്നം തന്നെയാണ്. ഈ ശരീരം ഉള്ളിടത്തോളം കാലം എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. മരണം പിന്നെ പോട്ടെ, നമ്മൾ മരിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നാലും ഒരു ദിവസം പോകണം, അത് വേറെ കാര്യം. അത് വലിയ പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട സമ്പത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട സമ്പത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാവും കൂടുതൽ. ഞാൻ കൂടുതൽ ഇപ്പം വിസ്തരിക്കില്ല. മൂന്നാമത്, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമുക്ക് വിഷമങ്ങൾ തരാൻ പറ്റും. ഇത്രയേ പറ്റുള്ളൂ. ഇത്രയും ആളുകൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുള്ളൂ. ഒന്ന് സമ്പത്ത്. ഏത് സമ്പത്ത്? സമ്പത്ത് പ്രശ്നം ഉണ്ടാക്കില്ല. ഏത് സമ്പത്ത്? നിങ്ങളുടെ സ്വന്തം കാറ് എവിടെങ്കിലും മുട്ടിയാൽ അന്ന് മനസ്സിന് ഡിസ്റ്റർബൻസ് വരില്ലേ? അത് വിറ്റതിന് ശേഷം മുട്ടിയാലോ ഒരു പ്രശ്നമില്ല. എന്തു പറ്റി? അതിപ്പോ എൻ്റെ അല്ല. അപ്പൊ എൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴേ അതിന് പ്രശ്നം തരുള്ളൂ. ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞു, ഭർത്താവിന് എന്തെങ്കിലും വിഷമുണ്ടായാൽ ഭാര്യയെ ബാധിക്കും, ഭാര്യയ്ക്ക് വല്ല വിഷമുണ്ടായാൽ ഭർത്താവിനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങനെ വെക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാധിക്കണം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷെ അവർ തമ്മിൽ തെറ്റി ആകെ പ്രശ്നം. ഇനി ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കില്ല മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വെച്ച് ഡൈവേഴ്സിൽ കലാശിച്ചു. അയാളുടെ പാട്ടിൽ പോയി. അയാൾക്ക് ആക്സിഡന്റ് പറ്റി, കാലൊടിഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ വികാരം എങ്ങനെയായിരിക്കും?
എത്ര എണ്ണം പൊട്ടിയെന്ന്. ഒരു കാലേ ഒടിഞ്ഞുള്ളൂ. ഒന്നുകൂടിയും നേരത്തെ ആയിരുന്നെങ്കിലോ ഒരു കാലൊടിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ നെഞ്ച് പിടയും. ഇപ്പൊ ഒരു കാലൊടിഞ്ഞു എന്നുള്ളത് കേൾക്കുമ്പോൾ നെഞ്ച് പിടയല്ല, രണ്ടാമത്തെ കാലും കൂടെ ഒടിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ്. അപ്പൊ എപ്പോഴാ വിഷമം വരുന്നത്? നമ്മളെ മനസ്സുമായി ബന്ധപ്പെട്ടാലേ പ്രശ്നം. അപ്പൊ ശരീരം പ്രശ്നം ഉണ്ടാക്കും, വസ്തുക്കൾ പ്രശ്നം ഉണ്ടാക്കും, ആളുകള്. ശരീരം പ്രശ്നമുണ്ടാക്കുന്നതിനെ ആധ്യാത്മിക താപം എന്ന് പറയും. വസ്തുക്കൾ പ്രശ്നമുണ്ടാക്കുന്നതിനെ ആദി ഭൗതിക താപം എന്ന് പറയും. ബന്ധുക്കൾ, ശരീരവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നതിനെ ആദി ദൈവീക താപം എന്ന് പറയും. ഇത് വ്യഷ്ടിയിലുണ്ട്, സമഷ്ടിയിലുണ്ട്. എന്നാൽ കൂടുതൽ നമുക്കുള്ളത് വ്യഷ്ടിയില്. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിലാണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നതിനെ ആധ്യാത്മിക താപം, ബന്ധുക്കൾ ഉണ്ടാക്കുന്നതിനെ ആദി ദൈവിക താപം എന്ന് പറയും, വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനെ ആദി ഭൗതിക താപം. ഇത് മൂന്നും ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ട് താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. എങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ? സച്ചിദാനന്ദ രൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തോട് അടുക്കും തോറും എന്താ ഉണ്ടാവുന്നത്? നമുക്ക് ഈ താപങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അതെങ്ങനെയാ നമ്മളെ ബാധിക്കാതിരിക്കുന്നത്? കാരണം നമ്മുടെ മനസ്സ് ആരിലേക്ക് എത്തിക്കഴിഞ്ഞു? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് ഭഗവാനിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇനി ഗുരുവിനെ നമസ്കരിക്കുകയാണ്. ഇവിടെ ഗുരുവായിട്ട് ഇവിടെ കാണുന്നത് വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ്. യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോപിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യം പ്രവ്രജന്തമനുഭേദം അഭേദകൃത്യം. വേദവ്യാസ മഹർഷിയുടെ പുത്രൻ, അദ്ദേഹത്തിന്റെ പേര് ശൈശുകൻ എന്നായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് 12 കൊല്ലം ഇരുന്ന് മനനം ചെയ്ത് അവിടെ വെച്ച് തന്നെ ജീവൻ മുക്തനായതാണ്. 12 കൊല്ലമൊക്കെ ഗർഭപാത്രത്തിലിരിക്കുക പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. വിളിച്ചിട്ട് വരുന്നില്ല, ആയിട്ടില്ല അത്രേ. പണ്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഗർഭപാത്രത്തിൽ ഇരുന്നിട്ടുണ്ടോ അച്ഛനെ കറക്റ്റ് ചെയ്തൊരു പാർട്ടി ഉണ്ട്. നമ്മുടെ ഭാരതത്തിൽ അങ്ങനെയൊക്കെയുള്ള മഹാത്മാക്കളുണ്ട്. അച്ഛൻ വേദം ചൊല്ലുമ്പം തെറ്റിപ്പോയി, ഉള്ളിന്ന് വിളിച്ചു പറഞ്ഞു മാഷയെ തെറ്റിയെന്ന്. ഇന്നെന്തോ അങ്ങനത്തെ കുട്ടികളൊന്നും വരാത്ത വലിയ ഭാഗ്യം. എന്നാ മിക്കവാറും അച്ഛന്മാർക്ക് കേൾക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അവിടുന്ന് പറഞ്ഞു അച്ഛാ തെറ്റിയെന്ന്. അച്ഛനങ്ങോട്ട് കലി വന്നു, കൊടുത്തൊരു ചവിട്ട് എന്നാണ്. ഗർഭപാത്രത്തിലേക്ക് ആ കുട്ടിയെ ഒരു ചവിട്ടി. എന്തോ കുട്ടി ചത്തുപോയില്ല, കുട്ടിക്ക് 8 വളവ് വന്നു എന്നാണ്. അങ്ങനെയാണത്രേ അഷ്ടാവക്രം എന്നുള്ള കഥാപാത്രം വന്നത്. ഇത് എത്ര കണ്ട് നമുക്ക് കഥ സത്യമാണെന്ന് നമുക്ക് അറിയില്ല. കാരണം ഒരു അച്ഛന് ഗർഭത്തെ നോക്കി ചവിട്ടാൻ പറ്റുമോ? ഇനി ചവിട്ടിയാൽ തന്നെ അമ്മ വെറുതെ വിടുമോ? ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്താണ്. ഈ ചവിട്ട് ഉറപ്പ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഏതായാലും ഇവിടുത്തെ കഥ പറയുന്നത് 12 വർഷം എവിടെ ഇരുന്നു? ഗർഭപാത്രത്തില്. എന്നിട്ട് പുറത്തു വന്നൊരു ദിവസം, എന്നിട്ടോ ആളവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു കുട്ടി ജനിച്ച ഉടനെ ഇറങ്ങി അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഗേറ്റൊക്കെ കടന്നിട്ട് ആള് നടന്നു പോവുക. എന്നാ അച്ഛനോട് ഒരു നന്ദി പറയാൻ, നിങ്ങളാണല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സഹായിച്ചത് എന്നുള്ളത്. അതൊന്നും പറഞ്ഞില്ല. അച്ഛനാണെങ്കിൽ പുറകിൽ പുത്ര പുത്ര പുത്ര. സിനിമയ്ക്ക് പറ്റിയ കാര്യങ്ങളാണ്. പുത്രനോ വിളി കേട്ടില്ല എന്നാണ്. തരവോപിനീതു, വൃക്ഷങ്ങളിൽ ചെന്ന് അലച്ചു അത്ര ഈ ശബ്ദം. അപ്പൊ അച്ഛന് മനസ്സിലായി, എന്റെ പുത്രൻ സർവഭൂതങ്ങളിലും ആ ഭൂതങ്ങളെ നിലനിർത്തുന്ന ചൈതന്യമാണ് താനെന്ന് ബോധ്യപ്പെട്ട് അതിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഒരു മഹാത്മാവാണ്. പുത്ര എന്നുള്ള ഭാവത്തിൽ നിന്നൊക്കെ ആ കുട്ടി ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ഗുരുവായി പുത്രനെ ഞാൻ നമസ്കരിക്കുന്നു. സ്വന്തം പുത്രനെ ഗുരുവായി എടുത്ത ആളാണ് ആര്? വേദവ്യാസ മഹർഷി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഗുരു സംസ്കാരമാണ്. ഇവിടെ അച്ഛന് പുത്രനെ പോലും എന്തായി കാണാൻ പറ്റി? ഗുരുവായി കാണാൻ പറ്റി. അപ്പൊ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം